നല്ല സിനിമ ജയറാം നല്ലതാണ്. ഒരു തിരിച്ചുവരവാണ്, ഇൻഡസ്ട്രി ഹിറ്റാണ്. ഓക്കെ, സസ്പെൻസ് ത്രില്ലറാണ്. കൂടുതലും ഈ മെഡിക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ടെക്നിക്കലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പടം മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. സിനിമ കണ്ടു തന്നെ അറിയാം. നമുക്ക് നെട്ടിച്ച് ഒരു രക്ഷയില്ല. ഈ പടം കണ്ടുവരുന്നവരൊക്കെ നെട്ടി ഇറങ്ങിയ ആൾക്കാർ വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. പിന്നെ ഭയങ്കര ഞെട്ടല്. ജയറാമൊക്കെ പൊളിച്ച്, ഒരു രക്ഷയില്ല. നല്ല പടമാണ്. നേരിനെ കടത്തി വിട്ടു, ഉറപ്പ്. ജയറാം പക്കാശി സെക്കൻഡ് ഹാഫ് ആണ് ഇച്ചൂടെ മമ്മൂക്കനെ സസ്പെൻസ് ഇതായിട്ട് കയറി വരുമ്പം കാണാൻ ലുക്കും പിന്നെ കഥ മുമ്പോട്ട് പോകുന്നത് വേറൊരു ത്രില്ലിലോട്ടാണ്. അതുകൂടാതെ ഇനി ഒരു സെക്കൻഡ് പാർട്ട് വരാൻ ചാൻസ് ഉണ്ട്. കൊള്ളാം. സൂപ്പറായിരുന്നു. ജയറാമിൻ്റെ തകർപ്പൻ ബാക്കിംഗ് ആണ്. പിന്നെ മെയിനായിട്ടുള്ള ഒരാളുണ്ട്, സസ്പെൻസ് ആണ്. തിയേറ്ററിൽ നിന്ന് കുലുങ്ങും. കുലുങ്ങി ഒരു രക്ഷയില്ലാത്ത എൻട്രി. അത്യാവശ്യം നല്ല ത്രില്ലറാണ്, പക്ഷേ എൻഗേജിങ് ആണ്. ഒരു സസ്പെൻസ് ഉണ്ട്, ഒരു ക്യാമിയോ സസ്പെൻസ് ഉണ്ട്. ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. സ്ലോ പേസ് ആണ്, പക്ഷെ അതിന് ആ സ്ലോ പേസ് ഇതിന് നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ അവസാനം വരെ നൈസാണ്. ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? അഞ്ചാം മതിര പോലെ അല്ല, അയാൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഹൗസ്ലർ എന്താ പറയുക, നമ്മൾ പിന്നെ കുറച്ച് മെഡിക്കൽ ടേംസ് ഒക്കെ നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. പിന്നെ സൂപ്പർ ഫിലിമാണ്. അതിനകത്ത് ഞാൻ സസ്പെൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ നല്ല രീതിയിൽ, അതായത് നമ്മളൊരു സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ കാണണം. പിന്നെ തീർച്ചയായിട്ടും ജയറാമേൻ്റെ ഒരു നല്ല രീതിയിൽ അദ്ദേഹം നമ്മൾ പഴയ ഞാൻ ഏറ്റവും കൂടുതൽ ജയറാം ഫാനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു ലെവലായിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു അത്. എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മൾ പണ്ട് ആ ദേവദൂതൻ ഫിലിമൊക്കെ കണ്ട ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ കുറച്ചൊരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതൊരു സെക്കൻഡ് പാർട്ട്, വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. മാനറിസം മാറ്റി തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മമ്മൂക്കയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് സസ്പെൻസ് തീർച്ചയായിട്ടും. പക്ഷേ അത് നമ്മൾ റിവ്യൂവിൽ പറയാൻ പാടില്ല തീർച്ചയായിട്ടും. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ചെയ്യുന്നതിൽ കുറച്ചുകൂടെ, പക്ഷേ കുറച്ചൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു മാനറിസം ഉണ്ട്, കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ടതുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിവേ, സൂപ്പർ ഫിലിം. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഓസ്ലർ 2, എബ്രഹാം ഓസ്ലർ 2.